ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ കമ്പനികൾ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് വലിയ തോതിലുള്ള കൃത്രിമ ഇന്റലിജൻസ് ഹബ്ബ് സ്ഥാപിക്കുന്നതിനായി ഗൂഗിൾ $15 ബില്യൺ നിക്ഷേപം പ്രഖ്യാപിച്ചു. രാജ്യത്തെ ആദ്യത്തെ ഗിഗാവാട്ട് സ്കെയിൽ ഡാറ്റാ സെന്റർ ക്യാമ്പസ് എന്ന നിലയിൽ ഈ സൗകര്യം അടിസ്ഥാന സൗകര്യങ്ങൾ, ഡാറ്റാ സെന്ററുകൾ, പുനരുപയോഗ ഊർജ്ജശേഷി, ഒരു പുതിയ സബ് സീ ഗേറ്റ്വേ എന്നിവ സംയോജിപ്പിക്കും. ഇത് ആന്ധ്രാപ്രദേശിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വലിയ ബൂസ്റ്റ് ആയിരിക്കും, ഒരു ഉത്തേജകമായിരിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. എല്ലാവർക്കും ലേൺ വിത്ത് സുമേഷ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെ ശിക്ഷിക്കാനും അമേരിക്കയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യം വെച്ച് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് H-1B വിസകളുടെ ചാർജുകൾ വർദ്ധിപ്പിച്ചത്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ പിഴച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഗൂഗിൾ ഇന്ത്യയിൽ ഏകദേശം $15 ബില്യൺ ഒരു വലിയ നിക്ഷേപം പ്രഖ്യാപിച്ചത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഹബ്ബ് ഏകദേശം 1.5 ലക്ഷം കോടി രൂപ മുടക്കി നിർമ്മിക്കും എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ടെക്കികൾക്ക് US-ൽ ജോലി ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു സുവർണ അവസരം, അല്ലെങ്കിൽ അതിനുള്ള ഏറ്റവും സുവർണമായ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു H-1B വിസകൾ. എന്നാൽ ട്രംപ് അത് വെട്ടിക്കുറയ്ക്കുകയും അതിനായുള്ള ഒറ്റത്തവണ ചാർജ് $5,000 നിന്ന് ഏകദേശം $100,000 ഉയർത്തുകയും ചെയ്തു. കൂടാതെ വിസ റിജക്റ്റ് ചെയ്യുന്നത് വർദ്ധിപ്പിച്ചു. അമേരിക്കൻ ജോലികൾ സംരക്ഷിക്കാൻ വിസ നിയമങ്ങൾ അയാൾ കൂടുതൽ കർശനമാക്കി. ഈ പുതിയ നിയമങ്ങൾ ഇന്ത്യൻ ടെക്കുകൾക്ക് അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ കമ്പനികൾ അവരുടെ കമ്പനിയിലേക്ക് തൊഴിൽ ചെയ്യാൻ സ്കിൽഡ് ലേബേഴ്സിനെ ലഭിക്കുന്നതിനായി കൂടുതലും ആശ്രയിച്ചിരുന്നത്, ഏകദേശം 70% ജോലിക്കും അവർ ഉപയോഗിച്ചിരുന്നത് ഈ H-1B വിസ വഴി അവിടെ എത്തുന്ന ഇന്ത്യക്കാരെയായിരുന്നു. ഈ കമ്പനികളുടെ വളർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം പോലും ഈ H-1B വിസയിലൂടെ അമേരിക്കയിലെത്തുന്ന ഇന്ത്യയിലെ മിടുക്കരായ യുവാക്കളായിരുന്നു. JP മോർഗൻ, ഗോൾഡ്സ്മാൻ സാക്സ്, ഫെഡെക്സ് എന്ന കമ്പനികളുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. എന്നാൽ അവർക്കെല്ലാം കിട്ടിയ ഒരു ഇരുട്ടടിയായിരുന്നു ട്രംപ് കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ. ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ US H-1B വിസ നിയമങ്ങൾ കർശനമാക്കി. ഇന്ത്യൻ ടെക് തൊഴിലാളികൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനികളായ ഗൂഗിളിനോ മൈക്രോസോഫ്റ്റിനോ അവിടെ തന്നെ അവരുടെ ഓപ്പറേഷനുകൾ കണ്ടിന്യൂ ചെയ്യുക, അവരുടെ സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു പ്രോസസ്സായി മാറി. കാരണം ഒന്ന്, അവർക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്കിൽഡ് ലേബറേഴ്സ് അമേരിക്കയിൽ അവൈലബിൾ അല്ല. ഇതെല്ലാം വരുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ലേബറേഴ്സ് അവിടെ കിട്ടാതെ വരിക എന്ന് പറയുന്നത് അവരുടെ ഓപ്പറേഷനെ ശരിക്കും നെഗറ്റീവായി തന്നെ ബാധിക്കും എന്നുള്ളതാണ് സത്യം. രണ്ട്, ഇനി അത് അമേരിക്കയിൽ നിന്ന് തന്നെ അവരതിനായി തൊഴിലാളികളെ എടുക്കാമെന്ന് വെച്ചാൽ അത് വളരെ ചിലവേറിയ ഒരു പ്രോസസ്സുമാണ്. അങ്ങനെ ചെയ്താൽ ഇത് അവരുടെ ലാഭത്തെയും അവരുടെ കമ്പനിയുടെ നോർമൽ ഓപ്പറേഷനുകളെയും ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഈ കാരണങ്ങൾ തന്നെയായിരിക്കണം ഗൂഗിളും മൈക്രോസോഫ്റ്റും പോലെയൊക്കെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ, അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനികളെ ഇന്ത്യയിൽ വൻതോതിൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ പ്രേരിപ്പിച്ചത്. എന്തായാലും അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട്, ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഗൂഗിൾ ഇത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ അവർ $15 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വലിയ ഹബ്ബ് അവർ നിർമ്മിക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമാണ്. ഇവിടെ ധാരാളം തൊഴിലവസരങ്ങൾ ഇതിലൂടെ, ഏകദേശം 1 ലക്ഷത്തിന് പുറത്ത് തൊഴിലവസരങ്ങൾ ഇതിലൂടെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ഇതുവരെ US-ന് പുറത്തുള്ള അവരുടെ ഏറ്റവും വലിയ നിക്ഷേപമാണിത്. ഇതുപോലെ തന്നെ അമേരിക്കയിലെ മറ്റൊരു മൾട്ടിനാഷണൽ കമ്പനിയായ ഫോക്സിക്കോണും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവർ ഇന്ത്യയിൽ ഏകദേശം 15,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് സ്ഥാപിക്കുമെന്നത് ഏകദേശം $2 ബില്യൺ വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ അത് ചെയ്യാൻ അവർ ഇന്ത്യയെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഇന്ത്യയിൽ അതിന് പറ്റിയ ടാലന്റ് ഉണ്ട്, ഇന്ത്യയിൽ അതിന് പറ്റിയ എല്ലാ ഒരു അന്തരീക്ഷം, എൻവയറമെന്റും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. JP മോർഗൻ ചെസ്, ഗോൾഡ്സ്മാൻ സാക്സ്, HSBC മുതലായ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളും സാങ്കേതിക വിദ്യയും ബാക്ക് ഓഫീസ് ഓപ്പറേഷനുകളും കൈകാര്യം ചെയ്യുന്നതിനായി വൻതോതിൽ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്ത് ഇന്ത്യ ആസ്ഥാനമായുള്ള പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പുകളും ഭീഷണികളും അവഗണിച്ചാണ് ഈ അമേരിക്കൻ കമ്പനികൾ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് ഒഴുകുന്നത്. കാരണം ഇന്ത്യ ഇല്ലാതെ, ഇന്ത്യൻ പ്രതിഭകളെ കൂടാതെ ലോകത്തിന് ഇനിയും മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന സത്യം തന്നെയാണ്. ഇത് ഇന്ത്യയുടെ വളരുന്ന പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത്. ടെക് മേഖലയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു വൻ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു.
ഇനി വരാൻ പോകുന്നത് ഇന്ത്യയുടെയും ഇന്ത്യൻ ജനതയുടെയും സുവർണ കാലഘട്ടമായിരിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം.